അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് NPS ആണ്. NPS എന്നാൽ നെറ്റ് പ്രൊമോട്ടർ സ്കോർ. NPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടേഴ്സ് മൈനസ് പെർസെൻറ്റേജ് ഓഫ് ഡിട്രാക്ടേഴ്സ് എന്നുള്ളതാണ്. പ്രൊമോട്ടേഴ്സും ഡിട്രാക്ടേഴ്സും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു ഫീഡ്ബാക്ക് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമറോട് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ പ്രൊഡക്റ്റിനെ എത്രത്തോളം അവർ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനും അവരുടെ റിലേറ്റീവ്സിനും അല്ലെങ്കിൽ അവരുടെ സർക്കിളിൽ എത്രത്തോളം അവരതിനെ പ്രൊമോട്ട് ചെയ്യും എന്നതിനെ നമ്മൾ 1 to 10 സ്കെയിലിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 or 10 വരുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുക. ഡിട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 to 6 വരുന്നവരും. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടേഴ്സ് മൈനസ് പെർസെൻറ്റേജ് ഓഫ് ഡിട്രാക്ടേഴ്സിനെയാണ് നമ്മൾ NPS സ്കോർ എന്ന് പറയുക. ഇതിനെ നമ്മൾ പെർസെൻറ്റേജിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ 100-ലായിരിക്കും. അപ്പൊ ഈ പെർസെൻറ്റേജിനെ ബേസിസിലാണ് നമുക്ക് ശരിക്കും പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മുടെ ആപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആപ്സിലെ യൂസേജ്, യൂസേഴ്സിന്റെ എൻഗേജ്മെന്റ്, ഇതിനെ മെഷർ ചെയ്യുന്ന പല KPIs ഉണ്ട്. ഇപ്പൊ MAU, DAU ഒക്കെ പോലെ MAU, മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സും ഡെയിലി ആക്റ്റീവ് യൂസേഴ്സും പോലുള്ള KPIs ഉപയോഗിച്ചിട്ടും നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എൻഗേജ്മെന്റ് അനലൈസ് ചെയ്തുകൊണ്ടും നമുക്ക് PMF ഉണ്ടോ എന്ന് നോക്കാം. ഇതിലെ ഏറ്റവും സ്ട്രെയിറ്റ് വേ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നതിലൂടെയാണ് ഈ പറഞ്ഞ എല്ലാ ഫീഡ്ബാക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ PMF ഉണ്ടോ ഇല്ല എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത്.